ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബസ്മതി റൈസാണ് കേട്ടോ. അത് 1/2 മണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി ക്യാബേജാണ് കേട്ടോ. ഒരു ക്യാപ്സിക്കത്തിൻ്റെ അര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഉപ്പേരിക്കണ പയറാണ് കേട്ടോ. ഒഴിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്യാരറ്റ് ഓണിയനൊക്കെ ഉണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായി വഴറ്റി വരുമൊന്നും വേണ്ട കേട്ടോ. അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാൽ മതി. പിന്നെ ഇതിലോട്ട് ഞാനിട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ചതച്ചതല്ല, കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പയറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു ക്യാപ്സിക്കൻ്റെ പകുതിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്യാബേജും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലോട്ട് അതിനാവശ്യമായിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അരി ഇവിടെ സോക്ക് ചെയ്ത് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു അരമുറി ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ അരി ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, അത് വേറെ തന്നെയാണ്. പിന്നെ ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ഗ്രേവി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസ് ഞാൻ മാറ്റി വെച്ചുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പിച്ചിക്കാണ്ടാണ് കേട്ടോ ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അരി ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മസാല ലേശം ഒന്ന് കോരി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ദമ്മ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കട്ടാക്കി ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചപ്പ് പുതിന അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ വെജിറ്റബിളിൻ്റെ അതെല്ലാം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. പിന്നെ ഇതാ അടുത്ത സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊരു ദമ്മാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കറി തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പ് പുതിന കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം കേട്ടോ, പകുതിയാണ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ചെറിയ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, വെള്ളമല്ല കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇത് 1 മണിക്കൂറാണ് കേട്ടോ ഞാനിത് വെച്ച് ദമ്മിട്ടത്. നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരില്ല.